ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അഡീനിയം ചെടികളിൽ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. മാത്രമല്ല ഇതിൽ നമ്മൾ ഗിവ് അവേ അനൗൺസ്മെൻറ്റും കൂടി പറയുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 3 പേർക്ക് ഗിവ് അവേ കൊടുക്കാം. അതായത് നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 2 സ്റ്റേറ്റസ് ഒരുപാട് വ്യൂസ് കിട്ടുന്ന 2 പേർക്ക് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അഡീനിയം ഒരു ഡെസേർട്ട് റോസാണ്. ഇതിന് ഏറ്റവും ഇഷ്ടം വെയിലാണ്. നല്ല ശക്തമായിട്ടുള്ള വെയിലുണ്ടെങ്കിലാണ് നന്നായിട്ട് പൂക്കൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുറത്തെടുത്ത് വെച്ച ചെടികൾ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി പോയിട്ടോ. ഒരുപാട് പേർക്ക് ഇനിയും നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട്. എന്നാലും ഒരുപാട് പേർക്ക് നമുക്ക് ചെടികൾ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് സമാധാനം. പിന്നെ നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പം തണുപ്പുള്ള സമയമാകുമ്പോൾ സ്പെഷ്യൽ കെയർ തന്നെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ചെടികൾ എൻ്റെ കയ്യിൽ നിന്ന് കേടായതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മഴയത്ത് വെച്ച കുറച്ച് ചെടികളുണ്ട് കേട്ടോ. കുറച്ച് വലുതും കുറച്ച് ചെറുതായിട്ടുള്ള ചെടികൾ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മഴേൻ്റെ മുന്നേ തന്നെ, അതായത് ഇപ്രാവശ്യം പെട്ടെന്നാണല്ലേ മഴയൊക്കെ വന്നത്, അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ അതിനെ എടുത്ത് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള സ്ഥലത്തേക്കല്ല, നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക കേട്ടോ. എന്നാലൊരു ഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നമേ നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നം വന്ന ആൾക്കാർ അതിനെ വെച്ചേച്ചിരിക്കാനും പറ്റില്ല. ശരിക്കും മഴക്കാലത്ത് നമ്മൾ ഒരിക്കലും പ്രൂണിങ്ങോ അല്ലെങ്കിൽ ഒരു റീപോട്ടിങ്ങോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൊടുക്കലോ ഇങ്ങനെയുള്ള 3 പരിപാടികൾ നമ്മൾ ചെയ്യാനേ പാടില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ചില ചെടികൾ കേടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ രക്ഷിക്കാമെന്നുള്ളൊരിത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് 100% ഒന്നും പറയാൻ പറ്റില്ല, ചിലത് നമുക്ക് രക്ഷപ്പെടുത്താം. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ക്ലീൻ ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതൊന്ന് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ഒരു വൈറ്റ് സബ്സ്റ്റൻസ് തുടച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ പൗഡർ, സാഫോ എൻഡോഫിലോ അങ്ങനെ എന്തെങ്കിലും വന്ന് അതിൻ്റെ മേലെ പുരട്ടി വെക്കുക. അപ്പോൾ ഇത് വരില്ല കേട്ടോ. നമ്മൾ ആദ്യമേ അതിന് കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇത് കുറച്ച് ചെടികൾ ഇങ്ങേ ഭാഗത്ത് ആയിപ്പോയി. അപ്പോൾ അവരെ ഒന്ന് മാറ്റാൻ വേണ്ടി വന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേ പുല്ലൊക്കെ വന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ മണ്ണിലുള്ള പുല്ലും കേടായ ഇലകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ ചില മൊട്ടുകൾ കേടായത് വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമുക്ക് ഫംഗസ് വരാം. അപ്പോൾ ഈ കോഡെക്സ് കെട്ടുപോയതുണ്ടെങ്കിൽ നമുക്ക് ചിലത് രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വേനൽ സമയത്തൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് രക്ഷിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ മഴ സമയത്ത് ഈ കോഡെക്സ് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, ചിലത് രക്ഷപ്പെടുകയില്ല. അപ്പോൾ ശരിക്കും സത്യം പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പ്രൂണിങ് ചെയ്യേണ്ട ഒരു ടൈമേ അല്ല. ഇത് കേടായ ചെടി ആയതിനെക്കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കി ക്ലീൻ ചെയ്ത് ഫംഗിസൈഡ് ഇട്ടിട്ട് ഒന്ന് ഷെയ്ഡിൽ വെച്ച് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചേച്ചാൽ മഴയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ അങ്ങനെ വെച്ചേച്ചാൽ ചിലപ്പം മൊത്തം ചെടി കേടായിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കണം. ഇത് വലിയൊരു ചെടിയാണ്, അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ തന്നൊരു ചെടിയാണ്. അപ്പം അവരെ നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം കണ്ടോ ചെറിയൊരു കേട് കണ്ടോ ഉള്ളിലേക്ക് ഡീപ്പറായിട്ട് പോയി ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് കേടാവും. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇപ്പോഴും ഉണ്ടാകും ചിലവരുടെ ചെടി മഴയത്ത് അല്ലേ. അപ്പം ഇനി മഴയത്ത് ചിലവർ വെക്കും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ അവർ നന്നായിട്ട് കെയർ കൊടുക്കുന്നുണ്ടാവും, നല്ല ഫംഗിസൈഡൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ആഴ്ചയിൽ തന്നെ കൊടുക്കുന്നവരുണ്ടോ. അങ്ങനെയുള്ളവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മളിത് ഏതെങ്കിലും മാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചെടി കണ്ടോ പല സ്ഥലത്താണ് കേട് വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഗ്രാഫ്റ്റിൻ്റെ മേലെ ചിലപ്പം നമ്മൾ പ്രൂൺ ചെയ്ത ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഈ കേട് വന്നിട്ടുള്ളത്. അതായത് ശക്തമായിട്ടുള്ള മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമ്പം ഇതിൻ്റെ മേലെ വന്ന് വെള്ളം വന്ന് നിൽക്കും. അങ്ങനെയാണ് കുറച്ച് ഫംഗസൊക്കെ വരിക. ചിലപ്പം ഫംഗസ് വരിക എങ്ങനെയാ വെച്ചാൽ ഈ ഇലകളൊക്കെ പഴുത്തതൊക്കെ ഈ ചട്ടീൻ്റെ താഴെ തന്നെ വന്ന് വീണ് കിടക്കുകയും പിന്നെ അതുപോലെ തന്നെ പഴുത്ത മൊട്ടുകൾ അല്ലെങ്കിൽ കേടായ മൊട്ടുകൾ നമ്മൾ ഇതിൽ വന്ന് ചീഞ്ഞിട്ട് അങ്ങനെ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുക. മെയിനായിട്ട് എപ്പോഴും പോട്ട് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക, ഇലകളോ പുല്ലോ ഒക്കെ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെടി കൊണ്ട് നടക്കാൻ പറ്റും. നിങ്ങൾ ഗ്ലൗസ് കയ്യിലിടണം കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഗ്ലൗസ് ആയതിനെക്കൊണ്ട് എനിക്കതിനെ ചെടീനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കറക്റ്റായിട്ട് ബ്ലേഡിനെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും വരാറില്ല, എൻ്റെ കയ്യിൽ ഇങ്ങനെ വൂണ്ടൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഗ്ലൗസ് ഇട്ടിട്ട്, അതായത് ഇങ്ങനെ നമ്മൾ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഗ്ലൗസ് ഉണ്ടല്ലോ, അതൊന്ന് മേടിച്ചിട്ട് അത് ചെയ്യാൻ നിൽക്കുക. അതിപ്പോൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സിസ്റ്റം പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ഇതിൻ്റെ മേലെ ഞാനിങ്ങനെ ഈ ആൻറ്റി ഫംഗലും നമ്മൾ കയ്യിൽ കഴിയുന്നതും ആക്കാത്തതാണ് നല്ലത്. ഞാനിപ്പോൾ കയ്യിലാക്കാൻ മടിച്ചിട്ട് ഞാൻ
കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പല ചെടികൾക്കും പല സ്ഥലത്താണ് അല്ലേ ഫംഗസ് വന്നിട്ടുള്ളത്. കുറേ കോഡെക്സിൻ്റെ ഭാഗത്തുണ്ട്, ചിലത് ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്. ആ സ്റ്റാർട്ടിങ്ങിലുള്ളത് വേഗം തന്നെ നമ്മൾ പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പ്രൂൺ ചെയ്യാൻ പാടില്ല, വീണ്ടും ഞാൻ എടുത്തു പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വേഗം പോയിട്ട് അടീനിയം ശില്പ പ്രൂൺ ചെയ്യേണ്ടത് നമുക്കും ചെയ്യാം, അതല്ല കേട്ടോ, അത് കേടായതിനെ കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇത് അടിപൊളിയായിട്ട് ഇതുപോലെ പൂക്കളും ഒക്കെ നിറയും കേട്ടോ. കുറേ ഞാൻ പോളി ഹൗസിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത്. അപ്പോൾ അവിടെ വെക്കുമ്പോഴും ഉള്ള ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ മാസത്തിലൊരിക്കൽ നിങ്ങൾ തീർച്ചയായിട്ടും, മാസത്തിലൊരിക്കലല്ല കേട്ടോ, സോറി, 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കൽ കഴിയുന്നത് നിങ്ങൾ അത് എന്താ പറയുക ഫംഗിസൈഡ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് കമൻറ്റ് ചെയ്ത് റിയ മെഹ്റിൻ 366 എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിലുള്ള ഒരാളാണ്. വലിയൊരു കമൻറ്റാണ്. ഒരുപാട് താങ്ക് യു റിയ, ഇത്രയും തോനെ കമൻറ്റ് അയച്ചതിന്. പിന്നെ ബുഷ്ര ബൈജു, അതുപോലെ തന്നെ രഞ്ജു അജികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള 2 പേർക്കാണ് സ്റ്റേറ്റസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ആ ഒരു സ്റ്റേറ്റസ് അപ്ഡേഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളെ കമൻസും അതുപോലെ തന്നെ എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യമൊക്കെ ഗിവ് അവേ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്, നമ്മൾ ചട്ടീൻ്റെ അടിവശം നിങ്ങൾ നോക്കണം, ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഹോള് തുറന്ന് കിടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങളത് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ മഴ പെയ്യുന്നുണ്ടെങ്കിൽ വാർന്നു പോകും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഉള്ള മഴ, എപ്പോഴെങ്കിലൊക്കെ ഉള്ള ഒരു മഴ കൊണ്ട് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ അതേസമയം വെയിലും കൂടി കിട്ടിയാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പം അങ്ങനെ ഫംഗസോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് വരില്ല. അപ്പം ഇടയ്ക്കൊന്നും കൊണ്ടുവന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ ശക്തമായിട്ട് അടുപ്പിച്ച ദിവസങ്ങളിലുള്ള മഴയാണ് നമ്മൾ അടീനിയം ചെടികൾക്ക് പറ്റാത്തത്. ഇപ്പോൾ തൊട്ട് മുമ്പേ ഞങ്ങൾ കാണിച്ചില്ല എത്ര ചെടികളൊക്കെ കേടായിപ്പോയത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മളെ ചെടികളാണ് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പം ഞാനൊക്കെ ഒന്നും ശരിക്കും ഒരു ശതമാനം പോലും കെയർ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവർ ഒരു 20 ചെടി കൊടുത്തിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അവരുടെ ചെടിയുടെ ഒരു ഇത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. അവർ അത് വളരെ കുഞ്ഞു ചെടിയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി വലുതായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ എൻക്വയറി ചെയ്തതായിരുന്നു അവരെന്നോട്. അപ്പോൾ അവരത് കെയർ ചെയ്തിട്ട് അവർക്ക് എല്ലാ ചെടികളും നല്ല ഉഷാറായി കരുത്തോട് കൂടിയിട്ട്, ഇത് ഞാൻ കൊടുത്ത ചെടി തന്നെയാണെന്ന് എനിക്ക് ഡൗട്ടായി. അപ്പോൾ അത്രയും ചെറിയ ചെടികൾ ചിലവർ മേടിക്കും, ചെറിയ ബഡ്ജറ്റിന് കിട്ടുകയാണല്ലോ. അപ്പം അതൊരു കാര്യം. അപ്പം അങ്ങനെ നമ്മളെ കഴിവാണ് നമ്മൾ ചെടി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പം ചിലപ്പം ഞാൻ തന്നെ വിചാരിക്കും ഞാൻ ഒട്ടും നോക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുന്നതിനനുസരിച്ചിട്ടാവും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും അടീനിയം ചെടികൾ മഴയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ ശ്രദ്ധ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, അത് ഷെയ്ഡിലേക്ക് വെക്കുക. ഇനി അതിലെന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഫംഗിസൈഡ് പുരട്ടി വെച്ചോളൂ. രക്ഷപ്പെടാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.